വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, അതായത് മാറ്റങ്ങളുടെ ലോകം. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ. ഇതൊക്കെ മാറ്റങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഇതിനകത്തിൽ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളാണ് കുഞ്ഞുങ്ങളെ. ഏതൊക്കെയാണ്? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും കേട്ടോ. ഭൗതിക മാറ്റവും രാസമാറ്റവും എന്നാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതാണ്. നമുക്ക് വെള്ളത്തിനെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ അതായത് സോളിഡായിട്ട് മാറുന്നതും അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിനെ ഗ്യാസ് ആയിട്ട് മാറുന്നു എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ 1ാമത്തെ പാർട്ടിൽ പഠിച്ചതാണ്. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ എന്തൊക്കെയാണെന്ന് കേട്ടോ. ഇത് നല്ലതുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്. നമ്മൾ ഈ ചേഞ്ച് 2 ഉണ്ട്, ഫിസിക്കൽ ചേഞ്ച് ഉണ്ട്, കെമിക്കൽ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, എന്താണ് ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്നാൽ എന്താണെന്ന് നോക്കിയേ. ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസസ് സച്ച് ആസ് സൈസ്, ഷേപ്പ് ആൻഡ് സ്റ്റേറ്റ് ആർ കാൾഡ് ഫിസിക്കൽ ചേഞ്ച്. ഒരു മാർക്കിന് ചോദിക്കുക എന്താണ് ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വരി എഴുതിയാൽ മതി കുഞ്ഞുങ്ങളെ. ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് സൈസ്, ഷേപ്പ് ആൻഡ് സ്റ്റേറ്റ്സ് ആർ കാൾഡ് ഫിസിക്കൽ ചേഞ്ച്. അതുപോലെ തന്നെ എക്സ്പാൻഡിങ്, മെൽറ്റിങ്, ബ്രേക്കിങ് ആൻഡ് ടിയറിങ് ആർ ഫിസിക്കൽ ചേഞ്ചസ്. അതായത് പദാർത്ഥങ്ങളുടെ വലിപ്പം, അതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ അതിൻ്റെ വലിപ്പം, ഷേപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ആകൃതി, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇങ്ങനെ വരുന്ന ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി കേട്ടോ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇത് വികസിക്കുന്നതും. എക്സ്പാൻഡ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ വികസിക്കുന്നത്. മെൽറ്റിംഗ് എന്ന് വെച്ചാൽ ഉരുകുക, ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ പൊട്ടുക, ടിയറിംഗ് എന്ന് വെച്ചാൽ കീറിപ്പോവുക. ഇതെല്ലാം എന്താണ്? ഭൗതിക മാറ്റമാണ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ചേഞ്ച് ആണ്. നമ്മളൊരു ഫിസിക്കൽ ചേഞ്ച് എന്താണ്? കെമിക്കൽ. ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കെമിക്കൽ ചേഞ്ച് കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. എക്സ്പാൻഡ് ചെയ്യുക, മെൽറ്റിങ്, ബ്രേക്കിംഗ്, ടിയറിംഗ് ഇതെല്ലാം ഫിസിക്കൽ ചേഞ്ച് വരുന്നതാണ്. നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ദീസ് ഫിസിക്കൽ ചേഞ്ച്. നോ ന്യൂ സബ്സ്റ്റൻസ് എന്നാണ്. നോ എന്ന് വെച്ചാൽ ഇവ മൂലം എന്താണ്? പുതിയൊരു പദാർത്ഥം അല്ലെങ്കിൽ പുതിയൊരു വസ്തുക്കൾ അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. നോ ന്യൂ സബ്സ്റ്റൻസ് എന്നാണ്. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താ? ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇൻ സം ഫിസിക്കൽ ചേഞ്ച് എനർജി ഈസ് ഈദർ അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. ഇത് ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം, എനർജി എന്താ കുഞ്ഞുങ്ങളെ? അത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തു വിടുകയോ ചെയ്യുന്നു കേട്ടോ. ഭൗതിക മാറ്റങ്ങൾ എപ്പോഴും എന്തായിരിക്കും? താൽക്കാലികമായിരിക്കും. തൽക്കാലത്തേക്ക് മാത്രം ഉള്ളതാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കിനാ ചോദിക്കുന്നെങ്കിൽ ദണ്ട് ഈ ഒരൊറ്റ വരി എഴുതിയാൽ മതി. അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണെങ്കിൽ എന്ന് വെച്ചാൽ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്തുവായി ഇനി അങ്ങോട്ട് ഫിസിക്കൽ ചേഞ്ച് അല്ലെ ഭൗതിക മാറ്റം എന്ന് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? അത് പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ എപ്പോഴും താൽക്കാലിക മാറ്റങ്ങളാണ് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അതിൻ്റെ തൊട്ടു താഴെ നമ്മൾ വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യതുമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പന്നലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു വി ഡു വിത്ത് ദി ബ്രോക്കൺ ആൻഡ് unusable plastic items at home? What do we do with broken and unusable plastic items at home? എന്തൊക്കെയാണ് നിങ്ങളെ? മേക്കിംഗ് ഡെക്കറേറ്റീവ് ഐറ്റത്തിന് അല്ലേ, അലങ്കാര വസ്തുക്കളായിട്ട് ചിലപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ഗ്ലാസ്, നല്ല കളറായിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യുന്നു? പൊട്ടിക്കഴിഞ്ഞാൽ അത് അതങ്ങ് രണ്ടായിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പൂച്ചട്ടിയായിട്ട് ചെറിയ അല്ലേ പൂടാനൊക്കെ അലങ്കാര വസ്തുക്കളായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഗിവിങ് ദം ടു ദ ഹരിതകർമ്മസേനയ്ക്ക് എന്ത് ചെയ്യുന്നു? പൊട്ടിയതും പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിയതും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നു. യൂസിങ് ദം ടു മേക്ക് യൂസ്ഫുൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. വീട്ടുപകരണങ്ങളായിട്ടൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ഇത് ഫിസിക്കൽ ചേഞ്ച് ഇൻ ഡെയിലി ലൈഫും ഒക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അതായത് അടുത്ത നമ്മൾ 18ാമത്തെ ചോദ്യമാണ് എഴുതുന്നത്. 19ാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ, തുരുമ്പിച്ച ഇരുമ്പ്, പഴകിയതും ഉപയോഗശൂന്യവുമായ പിച്ചള, അലൂമിനിയം തുടങ്ങിയ വസ്തുക്കൾ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതിന് 2 പരിഹാര മാർഗങ്ങൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ പുനർനിർമ്മാണവും പുനരുപയോഗവുമാണ് കേട്ടോ. അത് നല്ല ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പുനർനിർമ്മാണവും പുനരുപയോഗവും, അതായത് പ്ലാസ്റ്റിക് ഐറ്റംസ്, ഓൾഡ് മെറ്റാലിക് ഒബ്ജക്ട്സുകൾ, പിന്നെ ത്രോൺ എറൗണ്ട് കെയർലെസ്ലി കോസ് മേജർ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്, സജസ്റ്റ് 2 മെത്തേഡ്സ് പ്രൊട്ടക്റ്റ് എൻവിറോൺമെൻറ്റൽ ഫ്രം ദിസ്. ഏതൊക്കെയാണ് ഇത് ഇംഗ്ലീഷാണ്, ഇത് മലയാളമാണ് കേട്ടോ. നമ്മൾ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ, തുരുമ്പിച്ച എന്തെങ്കിലുമൊക്കെ ഇരുമ്പ് വസ്തുക്കൾ, പഴകിയതും ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ചുറ്റുപാടുകളെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതിന് രണ്ട് പരിഹാരങ്ങളാണ്. ഏതൊക്കെയാ? ഒന്ന്, നമ്മൾ റീസൈക്കിൾ ചെയ്യുക, പുനർനിർമ്മാണം ചെയ്യുക. രണ്ടാമത്തത് പുനരുപയോഗം ചെയ്യുക, റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എപ്രകാരമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡു യു പ്രൊട്ടക്റ്റ് നേച്ചർ ബൈ യൂസിങ് ഫിസിക്കൽ ചേഞ്ച് പ്രോപ്പർലി? ഹൗ ഡു യു പ്രൊട്ടക്റ്റ് നേച്ചർ എന്ന് വെച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. അതിൽ ശരിയായോ അത് ഉപയോഗപ്പെടുത്തുന്നത് എപ്രകാരമാണെന്ന് നമ്മുടെ ടെസ്റ്റിൽ ഒരു ചോദ്യം ഉണ്ടോ, നിങ്ങളെ നോക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ പ്ലാസ്റ്റിക് ബേൺസ് പോയിസണസ് ഗ്യാസസ് ഹാംഫുൾ ടു ലിവിങ് ഓർഗാനിസം ആർ പ്രൊഡ്യൂസ്ഡ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓർത്തോണേ, വെൻ പ്ലാസ്റ്റിക് ബേൺസ് പോയിസണസ് ഗ്യാസസ് ഹാംഫുൾ ടു ലിവിങ് ഓർഗാനിസം ആർ പ്രൊഡ്യൂസ്ഡ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെയോ, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഇറ്റ് എവേ ഓർ ബേണിംഗ് ഈസ് ആൻ ആക്ട് ഓഫ് നേച്ചർ കൺസർവേഷൻ. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും, മലയാളം ഇംഗ്ലീഷും ഉണ്ട്, പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. പ്രൊട്ടക്റ്റ് നേച്ചർ ബൈ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിസിക്കൽ ചേഞ്ചസ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നാണ്. 3 പോയിന്റാണ് പ്രൊട്ടക്റ്റ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള 3 പോയിന്റിന് 3 മാർഗ്ഗമാണെന്ന് ഓർത്തോടെ കുഞ്ഞുങ്ങളെ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും അത് കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും ഒക്കെ നൽകുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന് അത് പ്രവർത്തനമാണ്. ഇനി ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ചോദ്യമാണ് പ്രൊട്ടക്റ്റ് നേച്ചർ കേട്ടോ. ഓക്കെ, 20 എണ്ണമായി. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു റീസൈക്ലിംഗ്. നമ്മുടെ ടെസ്റ്റിനകത്തിൽ തന്നെ ഈ പടം കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ്ട് റീസൈക്ലിങ്ങും കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങളും അതും എല്ലാം കിടന്നുണ്ട്. അതിൽ നിന്നും പുതിയ പ്ലാസ്റ്റിക് പാത്രം ഉണ്ടാകുന്നു. ഇത് നോക്കിയേ, കോപ്പറിൻ്റെയൊക്കെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്. മെറ്റൽ സ്ക്രാപ്സ് എന്നാ കേട്ടോ. ലോഹ കഷ്ണങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പുതിയ ലോഹ പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഉരുക്കിയത് വേറൊരു ഭാഗത്ത്. പിന്നെ പേപ്പറുകളൊക്കെ ആവുന്നില്ല, ഇത് പേപ്പറൊക്കെ മേടിച്ച് അതിൻ്റെ ബൈൻഡും പേപ്പറുകളെല്ലാം അതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മൾ പേപ്പർ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് വാരി വലിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്താണ് റീസൈക്ലിങ്, എന്താണ് റീയൂസ്, നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു അല്ലേ. റീസൈക്ലിംഗ് അല്ലെങ്കിൽ പുനർനിർമ്മാണം എന്നാൽ എന്താണ്? റീസൈക്ലിംഗ് മീൻസ് കൺവേർട്ടിംഗ്. Recycling means converting waste materials into new useful products. Recycling means converting waste materials into new useful products. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്ക് ആ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ 3 എണ്ണത്തിൻ്റെ കേട്ടോ. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താ? മെയ്ഡ് ഇൻ ടു ന്യൂ പ്ലാസ്റ്റിക് ബക്കറ്റ് ആൻഡ് കണ്ടെയ്നർ. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകളാണ്. പ്ലാസ്റ്റിക് പഴകിയതാണെങ്കിൽ നമുക്ക് പുതിയ പ്ലാസ്റ്റിക് ബക്കറ്റുകളും പാത്രങ്ങളും ഒക്കെ അതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇനി മെറ്റലിൻ്റെ സ്ക്രാപ്സ് ആണെങ്കിലോ, ലോഹ കഷ്ണങ്ങൾ, രണ്ടാമത്തെ ഉണ്ട് മെറ്റലുകളൊക്കെ, അതിൻ്റെ എല്ലാം സ്ക്രാപ്സുകളാണ് വന്നതെങ്കിൽ, ലോഹ കഷ്ണങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് മെയ്ഡ് ഇൻ ടു ന്യൂ യൂട്ടൻസിൽസ് അല്ലേ, ഉരുകിയ പുതിയ പാത്രങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. യൂസ്ഡ് പേപ്പറോ ടേൺഡ് ഇൻ ടു പേപ്പർ ബാഗ് അല്ലേ, അത് ഉപയോഗിക്കുന്ന പേപ്പർ ബാഗുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് വെച്ച് കേട്ടോ. അപ്പം എന്താണ് റീസൈക്കിൾ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ളതാണ് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റോ മെറ്റൽ സ്ക്രാപ്സ് യൂസ്ഡ് പേപ്പർ. ഇതിൻ്റെ പിക്ചർ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. റീസൈക്ലിംഗ് ഹെൽപ്സ്. ഈ റീസൈക്ലിംഗ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഹെൽപ്സ്
ടു റെഡ്യൂസ് വേസ്റ്റിൻ്റെ അളവ് കുറയ്ക്കാനും ആൻഡ് സേവ് നേച്ചർ റിസോഴ്സസും കേട്ടോ. റീസൈക്ലിംഗ് ഹെൽപ്പ് ടു സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള കേട്ടോ. റീസൈക്ലിംഗ് മീൻസ് കൺവേർട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ടു ന്യൂ യൂസ്ഫുൾ പ്രൊഡക്ട്സുകൾ. അതാണ് ഈ 3 എണ്ണം വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് വെച്ച് എന്തെടുക്കാൻ പറ്റും, മെറ്റലിൻ്റെ സ്ക്രാപ്സ് വന്നു കഴിഞ്ഞാൽ എന്തെടുക്കാൻ പറ്റും, യൂസ്ഡ് പേപ്പറുകളൊക്കെ അല്ലേ, ഒത്തിരി പേപ്പറുകൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതും അതിന് മുമ്പ് പഠിച്ചതും ഒക്കെ പേപ്പറുകൾ അധികം വരത്തില്ലേ, അതൊക്കെ നമ്മൾ എന്താ ടേൺഡ് ഇൻ ടു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. റീസൈക്ലിംഗ് ഹെൽപ്പ് ടു റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് സേവ് നാച്ചുറൽ റിസോഴ്സസ് കേട്ടോ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താവും നിങ്ങളെ, എന്താണ് പുനർനിർമ്മാണം എന്നാൽ മാലിന്യ വസ്തുക്കളെ പുതിയതും ഉപയോഗപ്രദവുമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനെയാണ് പുനർനിർമ്മാണം എന്ന് പറയുന്നത്. മാലിന്യ വസ്തുക്കളെ പുതിയതും ഉപയോഗപ്രദവുമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പുനർനിർമ്മാണം അല്ലെങ്കിൽ റീസൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ പടത്തിൽ കൊടുത്താണ് പ്ലാസ്റ്റിക് പഴകിയത് അല്ലേ, പുതിയ പ്ലാസ്റ്റിക് ബക്കറ്റുകളും പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. ലോഹ കഷ്ണങ്ങളാണെങ്കിൽ അത് ഉരുക്കി പുതിയ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഉപയോഗിച്ച പേപ്പറുകളാണെങ്കിൽ അത് പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്നു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ് റീയൂസ്. ഫസ്റ്റ് പഠിച്ചത് റീസൈക്ലിംഗ് എന്നാൽ എന്ത്, നമ്മുടെ ടെസ്റ്റിൽ പാഠം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ് റീയൂസ്, പുനരുപയോഗം ചെയ്യുക, റീയൂസ് ചെയ്യുക, പുനരുപയോഗം ചെയ്യുക. റീയൂസ് മീൻസ് യൂസിങ് ഓൾഡ് ഓർ അൺവാണ്ടഡ് ഐറ്റം എഗെയിൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. പുനരുപയോഗം അല്ലെങ്കിൽ റീയൂസ് എന്ന് വെച്ചാൽ എന്താണ്, റീയൂസ് മീൻസ് യൂസിങ് ഓൾഡ് ഓർ അൺവാണ്ടഡ് ഐറ്റം എഗെയിൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതായത് ഓൾഡ് ടയറുകൾ, അതിനെക്കുറിച്ച് നമ്മുടെ പഠനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, നമ്മുടെ വീട്ടിലെ ടയർ അല്ലേ, പന്നലായ ടയറുകളൊക്കെ നല്ല കളറൊക്കെ അടിച്ചിട്ട് പൂവൊക്കെ വെച്ചേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ. അതുപോലെ തന്നെ വീട്ടിലെ പാത്രങ്ങളൊക്കെ ദണ്ട്, വീട്ടിലെ പന്നലായ പാത്രങ്ങളൊക്കെ ദണ്ട് ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അല്ലേ, ഇതുപോലെയൊക്കെയുള്ള പൂച്ചട്ടി, അത് എന്താ നമ്മൾ ഇതുപോലെയുള്ള ചെടികളൊക്കെ ഉണ്ട്, ഇപ്പം മിക്ക വീടുകളിലും ഉണ്ട് അല്ലേ, ഇതുപോലെയൊക്കെ ഉള്ളതും ഒക്കെ നമുക്ക് പണിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഓൾഡ് ടയർ ആർ റീയൂസ്ഡ് ദ ഫ്ലവറിൻ്റെ പോട്ടുകളും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഓർ ട്രേകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളോ അല്ലെങ്കിൽ ട്രേകളോ ഒക്കെ ക്യാൻ ബി റീയൂസ്ഡ് ആസ് പ്ലാന്റേഴ്സ് ഓർ സ്റ്റോറേജ് കേട്ടോ. അതിൻ്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റീയൂസ് അല്ലെങ്കിൽ പുനരുപയോഗം എന്നാൽ എന്താണ്, പഴയതോ ആവശ്യമില്ലാത്തതോ ആയ വസ്തുക്കൾ വ്യത്യസ്ത രീതിയിൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നതിനെയാണ് പുനരുപയോഗം എന്ന് പറയുന്നത്. പഴയതോ ആവശ്യമില്ലാത്തതോ ആയ വസ്തുക്കൾ വ്യത്യസ്ത രീതിയിൽ വീണ്ടും ഉപയോഗിക്കുന്നതിനെയാണ് പുനരുപയോഗം എന്ന് പറയുന്നത്. ഉദാഹരണം, പഴയ ടയറുകൾ പൂച്ചട്ടികളായും പൂന്തോട്ട അലങ്കാരങ്ങളായും വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളോ ട്രേകളോ ഒക്കെ നമ്മൾ നടീൽ വസ്തുക്കളായോ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റീയൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, റീയൂസ് എന്ന് വെച്ചാൽ അതും മുമ്പ് റീസൈക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ റെഡ്യൂസ് വേസ്റ്റ് ഇതോ പിന്നെയോ ആൻഡ് പൊല്യൂഷൻ ആൻഡ് സേവ് എനർജി, പൊല്യൂഷൻ ആൻഡ് സേവ് എനർജി. അപ്പോൾ റീയൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാലും ചോദിച്ചാൽ ഇതൊരു വരി എഴുതിയാൽ മതി കേട്ടോ. ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ് ഇതെല്ലാം. ഞാൻ പാർട്ട് 3 ഫുൾ നോട്ട് തരാം കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിൻ്റെ 1 വേർഡുകളും ഒക്കെ ഉണ്ട്, പാർട്ട് 3 തരാം. ഇത് പാർട്ട് 2 ആണ്. ഇത് റീസൈക്കിളും റീയൂസും എന്താണ്, നമ്മുടെ ചിത്രം ഇവിടെ പടം ഉൾപ്പെടെ തന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, 22. അടുത്ത 23ാമത്തത് ഫിസിക്കൽ ചേഞ്ചിന് മോർ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിസിക്കൽ ചേഞ്ചിന് മോർ എക്സാമ്പിൾസ് നോക്കിയേ. സിറ്റുവേഷൻ, സന്ദർഭം, ഫിസിക്കൽ ചേഞ്ച് കണ്ടോ. ഈ ടെസ്റ്റിലെ ചോദ്യമാണ് ഇതെല്ലാം. നോക്കിയേ, 1 ഗ്രൈൻഡിങ് റൈസ്, അരി പൊടിക്കുന്നു. അരി നമ്മൾ എന്ത് ചെയ്യുക, പൊടിക്കുക, അരി പൊടിക്കുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ച് ആണ്, ഭൗതിക മാറ്റം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അരി പൊടിക്കുമ്പോൾ അതിൻ്റെ സൈസ് ഡിക്രീസ് ആവുന്നു അല്ലേ, അതിൻ്റെ വലിപ്പം അങ്ങ് കുറയുന്നു. ബിക്കം പൗഡേഡ്, അത് പൊടിയാകുന്നു. സൈസ് കുറയുന്നു, അത് പൊടിയാകുന്നു. ഈ സാധനം തന്നെയാണ്, അതിനൊരു മാറ്റവും വരുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് ഒന്ന് കുറയുന്നു അല്ലെങ്കിൽ അത് പൊടിയാകുന്നു എന്നല്ലാതെ ആ അരി പൊടിയാകുന്നു എന്നേ, അത് വേറൊരു വസ്തുവായിട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ മെഴുകുരുകുന്നു, വാക്സ് മെൽറ്റ് ആവുന്നത് അത് ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലോട്ട് മാറുന്നുണ്ട് അല്ലേ. ഖരാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയായിരുന്ന മെഴുകിനെ നമ്മൾ ഉരുക്കുമ്പോൾ അത് വെള്ളമായിട്ട് ദ്രാവകാവസ്ഥയിലോട്ട് അത് മാറുന്നു. ചേഞ്ച് ഫ്രം സോളിഡ് ടു മോൾട്ടൺ സ്റ്റേറ്റ്. ഇനി വാട്ടർ ബോയിലോ, ജലം നമ്മൾ തിളപ്പിക്കുന്നു.
ജലം തിളപ്പിക്കുമ്പോൾ ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്താവും നിങ്ങളെ ആ വാതകം വീണ്ടും ദ്രാവകമായിട്ടില്ലേ, ആവി വെള്ളം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആവി അല്ലേ, ഇവാപ്പറേഷൻ. അതായത് മെഴുകുതിരിയുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഈ മെഴുകിനെ കുറിച്ച് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഈ പാഠത്തിനകത്തിൽ. മെഴുകുതിരി ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലോട്ട് മാറിയെങ്കിലും അത് വീണ്ടും എന്താണ്, ദ്രാവകത്തിൽ നിന്നും ഖരാവസ്ഥയിലോട്ട് മാറുന്നുണ്ട് അല്ലേ. മെഴുക് ഉരുകിയിട്ട് അത് വീണ്ടും അത് കട്ടിയായിട്ട് വരുന്നുണ്ട് അല്ലേ. ചേഞ്ച് ഫ്രം സോളിഡ് ടു മോൾട്ടൺ സ്റ്റേറ്റ്. വാട്ടർ ബോയിൽ എന്ന് വെച്ചാൽ ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ജലം തിളപ്പിക്കുന്നതാണ് ലിക്വിഡ് സ്റ്റേറ്റ് ചേഞ്ച് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണിത്. ഏതാ സിറ്റുവേഷൻ ഫിസിക്കൽ ചേഞ്ച് തന്നെ ഇതാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് എഴുതാനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അടുത്തത് ചേഞ്ചസ് ഇൻ ദീസ് വേ ടു, അങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ ദീസ് വേ ടു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ടോ നിങ്ങളെ ഒന്ന് നോക്കണേ കേട്ടോ. എക്സ്പെരിമെൻ്റ് അതായത് ചേഞ്ചസ് ഇൻ ദീസ് വേ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഇങ്ങനെയും ഉണ്ടെന്നാണ് അല്ലേ. ഇതിനകത്തിലെന്ന് വെച്ചാൽ പേപ്പർ, വിറക് എന്നിവ കത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യു സീൻ പേപ്പർ ആൻഡ് വുഡ് ബേണിംഗ്, കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്ത് മാറ്റമാണ് ഈ പേപ്പറും വുഡും കത്തിക്കുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? ഭൗതികവും മാറ്റവുമായിട്ട് താരതമ്യം നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ പേപ്പർ മുറിച്ച് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പേപ്പർ കഷ്ണത്തിൻ്റെയും പേപ്പറിലെ പദാർത്ഥങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ പേപ്പർ കത്തിച്ച ശേഷം അവിടെ പേപ്പർ നമ്മൾ കത്തിച്ചപ്പോൾ ലഭിച്ച പദാർത്ഥവും പേപ്പറും ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കത്തിയപ്പോൾ ലഭിച്ച ചാരം പുതിയ പദാർത്ഥമല്ലേ? വിറക് കത്തുമ്പോഴുണ്ടാകുന്നതും പുതിയ പദാർത്ഥമല്ലേ? ഇത് ചർച്ച ചെയ്തിട്ട് ഇവിടെ നടന്ന മാറ്റങ്ങൾ സ്ഥിരമാണോ താൽക്കാലികമാണോ? സ്ഥിരമാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തി എഴുതാനും ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നതിലുള്ളത്. അപ്പോൾ അതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതാണ് ഞാൻ അതൊന്ന് കാണിച്ചതാണ്. ഇതേ ഉള്ളൂ നിങ്ങളെ. പേപ്പർ അതായത് ആക്ടിവിറ്റി പ്രവർത്തനമായിട്ടാണ്. പേപ്പർ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയും പേപ്പറിനെ ഇപ്പോൾ ഈ പേപ്പർ ആണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ മുറിക്കുക. ചെറിയ ഒരു കഷ്ണം പേപ്പർ എടുത്തത് കുറേ മുറിച്ചതിന് ശേഷം അതിനകത്തിലെ ഒരു കഷ്ണം പേപ്പർ എടുത്ത് നമ്മൾ കത്തിക്കുക. എന്നിട്ട് രണ്ട് പ്രവർത്തനങ്ങളിലും തമ്മിലുള്ള വ്യത്യാസം, ഒരു പേപ്പർ എടുത്ത് നമ്മൾ പീസാക്കുക, അതിൽ ഒരു പീസ് എടുത്തിട്ട് കത്തിക്കുക, ബാക്കിയുള്ളത് അവിടെ വെക്കുക. അപ്പോൾ രണ്ട് പ്രവർത്തനം നമ്മൾ നടത്തി അല്ലേ. പേപ്പർ കട്ട് ഇൻ ടു സ്മാൾ പീസസ്, 1 piece ഇൻ ടു ബേൺഡ്, കമ്പയർ ബോത്ത് പ്രോസസ്സ്. ഇവിടെ പുതിയ പദാർത്ഥം ഉണ്ടായത് ഏത് പ്രവർത്തനത്തിലാണ്? ഇൻ വിച്ച് പ്രോസസ് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഇവിടെ പുതിയ പേപ്പർ നമ്മൾ കീറി, ഈ പേപ്പർ തന്നെ കീറിയാൽ ഈ കീറിയിട്ടാലും ഈ പേപ്പർ തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ ആണ്. പക്ഷെ നമ്മളൊരു പേപ്പർ എടുത്ത് കത്തിച്ചാൽ അവിടെ എന്താണ് നടക്കുന്നത്? ആ പേപ്പർ കത്തി ചാമ്പലായിട്ട് മാറും അല്ലെ, ആഷ് അല്ലെ, കരിയായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വേറൊരു വസ്തു ഉണ്ടായി. പേപ്പർ നമ്മൾ കീറിയിട്ടാൽ ഈ പേപ്പർ തന്നെ കീറി അങ്ങോട്ട് ഇട്ടുന്നേ ഉള്ളൂ അല്ലേ. പക്ഷെ നമ്മളൊരു പേപ്പർ എടുത്ത് കത്തിച്ചാൽ അത് കത്തിക്കഴിഞ്ഞാൽ അവിടെ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യും അല്ലേ, പുതിയൊരു വസ്തു അവിടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരവും പഠിച്ചത് ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ്. അതായത് ഇപ്പം വെള്ളം നമ്മൾ എത്ര ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാലും അല്ലേ, കുറച്ച് കഴിയുമ്പോൾ എന്താണ് അത് കട്ടിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാലും കുറച്ച് നേരം അത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് വെള്ളമായിട്ട് തന്നെയാണ് മാറുന്നത് അല്ലേ. അപ്പോൾ അത് അതൊരു ഫിസിക്കൽ ചേഞ്ചാണ് അല്ലേ, അതിനൊരു മാറ്റവും വരുന്നില്ല. പക്ഷെ നമ്മളൊരു പേപ്പർ എടുത്ത് കത്തിച്ചപ്പോൾ, ഇപ്പോൾ പറഞ്ഞത് പേപ്പർ എടുത്ത് കത്തിച്ചപ്പോൾ അവിടെ വേറൊരു സബ്സ്റ്റൻസ് ആണ് രൂപം ചെയ്തത് അല്ലേ, ഫോം ചെയ്തത്. പുതിയൊരു വസ്തു ഉണ്ടായി. അതിനെ നമ്മൾ കെമിക്കൽ പ്രോസസ്സസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് പ്രോസസ്സിലാണ്, രണ്ടാമത്തെ പ്രവർത്തനത്തിലാണ് പുതിയൊരു പദാർത്ഥം ഉണ്ടായത് എന്നാണ്. പേപ്പർ കത്തിച്ചപ്പോൾ ഉണ്ടായ പുതിയ പദാർത്ഥം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് പേപ്പർ ഈസ് ബേൺഡ്. പേപ്പർ കത്തിച്ചപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? ആഷ് അല്ലെ, കരിയാണ് കിട്ടിയത്. പുതിയതായി ഉണ്ടായ പദാർത്ഥത്തിൽ നിന്നും പേപ്പറിനെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമോ? ഇപ്പം പേപ്പർ കത്തിച്ചപ്പോൾ നമുക്ക് ആഷ് അല്ലെങ്കിൽ കരിയാണ് കിട്ടിയത്. അതിനെ വീണ്ടും നമുക്ക് പേപ്പറാക്കാൻ പറ്റുമോ? ഇല്ല. ക്യാൻ യു ടേക്ക് ബാക്ക് പേപ്പർ ഫ്രം ആഷ്? നോ കേട്ടോ. ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്. 24ാമത്തെ ചോദ്യമാണ്. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. പേപ്പർ കീറി ചെറിയ കഷ്ണങ്ങളാക്കിയ പ്രവർത്തനം ഭൗതിക മാറ്റമോ അതോ രാസമാറ്റമോ?
നമ്മൾ പേപ്പർ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അത് ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? അത് ഭൗതിക മാറ്റം തന്നെയാവും കുഞ്ഞുങ്ങളെ. കാരണം എന്താ, പേപ്പർ കീറിയെങ്കിലും പേപ്പർ തന്നെ, അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പേപ്പർ കട്ട് ഇൻറ്റു സ്മാൾ പീസസ് ഇൻ ദീസ് പ്രോസസ്സ് ഫിസിക്കൽ പ്രോസസ് ഓർ കെമിക്കൽ പ്രോസസ്സ്? ഫിസിക്കൽ പ്രോസസ്സ് തന്നെയാവും കുഞ്ഞുങ്ങളെ. ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. നോ ന്യൂ സബ്സ്റ്റൻസ്, പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടായില്ല, ആ പേപ്പറാണ് അവിടെ കീറിയിട്ടത് കേട്ടോ. ഭൗതിക മാറ്റമാണ്, അവിടെ പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചും കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു എക്സ്പെരിമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് തൊട്ടിപ്പുറത്ത്, അതായത് ഇതൊന്നും അറിയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അതായത് മെറ്റീരിയൽസ് റിക്വയർഡ്: ഷുഗർ, സ്പൂണ്, മാച്ച് ബോക്സ്, ക്യാൻഡിൽ, കോക്കനട്ട് ലീഫ്, മിഡ്രിബ്, ലാമ്പ് എന്നിവയാണ്. ടേക്ക് എ ലിറ്റിൽ ഷുഗർ ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ് യൂസിങ് ദ ലാമ്പ്. ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ഷുഗർ. ടേക്ക് ദ മോൾട്ടൺ ഷുഗർ ഓൺ എ കോക്കനട്ട് ലീഫ് ഇൻ ദ മിഡ്രിബ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്. വാട്ട് ഹാപ്പൻ ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഫർദർ? ഡസ് ദ കളർ ഓഫ് ദ ഷുഗർ ചേഞ്ച്? ആഫ്റ്റർ കൂളിംഗ് ടേക്ക് ദീസ് സബ്സ്റ്റൻസ് ഓൺ അനദർ coconut leaf in the midrib and taste it. Heat it again until it turn back. Take this substance on another coconut leaf midrib, cool it and taste. Is there a change in taste? Is this a new substance? അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മൾ ഒരു വിളക്കെടുക്കുക കേട്ടോ. ഒരു വിളക്കെടുത്തതിന് ശേഷം ഒരു സ്പൂണിൽ കുറച്ച് പഞ്ചസാര, പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ആ സ്പൂണിലോട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതായത് ഇതിന് എന്തൊക്കെ വേണമെന്ന് തന്നെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? പഞ്ചസാര, സ്പൂണ്, തീപ്പെട്ടി, മെഴുകുതിരി, ഈർക്കില്, ലാമ്പ് എന്നിവ വേണം. ഒരു സ്പൂണിൽ അല്പം പഞ്ചസാര എടുത്ത് നമ്മൾ ഈ വിളക്കിൻ്റെ അല്ലെ ലാമ്പ് ഉപയോഗിച്ച് അതൊന്ന് ചൂടാക്കുക. പഞ്ചസാരയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എന്നിട്ട് നിങ്ങൾ നോക്കാനാണ് പറഞ്ഞത്. ഉരുകിയ പഞ്ചസാര ഈർക്കിൽ എടുത്തുകൊണ്ട് അതിനകത്തിലോട്ടൊന്ന് രുചിച്ച് നോക്കാനാണ്. നമ്മൾ അതിൽ നിന്ന് ഒരു തുള്ളി നമ്മുടെ നാക്കിലോട്ട് വെച്ചൊന്ന് രുചിച്ച് നോക്കിയേ. വീണ്ടും എന്നിട്ട് എടുത്ത് ചൂടാക്കുക. എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? പഞ്ചസാരയ്ക്ക് നിറമാറ്റം സംഭവിക്കുന്നുണ്ടോ? തണുത്ത ശേഷം ഈ പദാർത്ഥം മറ്റൊരു ഈർക്കിലിൽ എടുത്തിട്ടൊന്ന് രുചിച്ച് നോക്കിയേ. പൂർണ്ണമായും കറുത്ത നിറമാകുന്നത് വരെ നമ്മൾ വീണ്ടും ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. തണുത്ത ശേഷം ഈ പദാർത്ഥത്തെ വീണ്ടും മറ്റൊരു ഈർക്കിലെടുത്തിട്ട് രുചിച്ച് നോക്കൂ. ഈ രുചിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു പുതിയ പദാർത്ഥമാണോ അവിടെ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ തൊട്ട് താഴെ എന്താണ്, ഈ സന്ദർഭങ്ങളിൽ പഞ്ചസാരയ്ക്കുണ്ടായ മാറ്റം പട്ടിക രൂപത്തിൽ എഴുതാനുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം കെമിക്കൽ ചേഞ്ച് എന്നാൽ എന്തെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? പഠിച്ചോ? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചുമാണ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ കെമിക്കൽ ചേഞ്ച് occurs the chemical properties of the substance change and new substance are formed. Energy is usually observed or released when such a change occurs. Chemical changes are permanent changes. കെമിക്കൽ ചേഞ്ച് ആറ് പെർമനൻ്റ് ചേഞ്ചസ്. മറ്റേത് എന്തായിരുന്നു? ഇതെന്തായിരുന്നു കേട്ടോ. ഫിസിക്കൽ ചേഞ്ച് ഏതായിരുന്നു, കെമിക്കൽ ചേഞ്ച് ഏതായിരുന്നു എന്ന് നോക്കിക്കോണേ നിങ്ങൾ. ഇവിടെ രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റമുണ്ടാകുകയും പുതിയൊരു പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ അത് പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ എപ്പോഴും സ്ഥിരമായ മാറ്റങ്ങളാണ്. എന്നാൽ ഭൗതിക മാറ്റങ്ങളോ സ്ഥിരമായ മാറ്റങ്ങളായിരുന്നോ? അല്ല, അത് ടെമ്പററി ആയിരുന്നു. ഇത് കേട്ടോ, ഇത് പെർമനൻ്റ് ആണ്, മറ്റേത് ടെമ്പററി ആണ് കേട്ടോ. അത് തിരിഞ്ഞു പോവല്ലേ കേട്ടോ. കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റമുണ്ടാകുകയും പുതിയൊരു പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പേപ്പർ കത്തിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? പേപ്പർ കത്തിക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു പുതിയ കത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു പുതിയൊരു പദാർത്ഥമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഏത് ചേഞ്ചാണ് ഉണ്ടായത്? കെമിക്കൽ ചേഞ്ചാണ് ഉണ്ടായത്. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം അവിടെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ എപ്പോഴും സ്ഥിരമായ മാറ്റങ്ങളാണ്. രാസമാറ്റങ്ങൾ എപ്പോഴും സ്ഥിരമായ മാറ്റങ്ങളാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ എക്സ്പെരിമെൻറ്റ് നോക്കിക്കേ. ഒരു ആക്ടിവിറ്റി: ടേക്ക് എ ലിറ്റിൽ ഷുഗർ ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ് യൂസിങ് ദ ലാമ്പ്. ഒരു സ്പൂണിൽ അല്പം പഞ്ചസാര എടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുക. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും വായിച്ചതിൽ നിന്നും നോക്കിയേ. ഓൺ മൈൽഡ് ഹീറ്റിംഗ്, അല്പം ചൂടാക്കിയാൽ നിറത്തിന് ഒരു മാറ്റവും വരുന്നില്ല.
ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ അതിനൊരു മാറ്റവും വരുന്നില്ല. സ്റ്റേറ്റോ അത് ഉരുകുന്നുണ്ട് അല്ലേ, മെൽറ്റ് ആവുന്നുണ്ട്. ചൂടാക്കുമ്പോൾ അതെന്താ കുറേശ്ശെയായിട്ട് അത് ഉരുകുന്നുണ്ട്. പക്ഷെ ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല. എന്താ പഞ്ചസാരയ്ക്ക് അല്ലേ, പഞ്ചസാരയല്ലേ, അതിനൊരു മാറ്റവും പഞ്ചസാരയുടെ ടേസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്താകുന്നു, സോളിഡ് ടു ലിക്വിഡ് ആയിട്ട് മാറുന്നു. കാരണം എന്താ, പഞ്ചസാര സോളിഡ് അല്ലേ. ഈ സോളിഡ് നമ്മൾ ചൂടാക്കുമ്പോൾ പെതുക്കെ എന്ത് ചെയ്യുന്നു, ആ സോളിഡ് മാറി അത് കുറേശ്ശെ ലിക്വിഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. ഇനി വെൻ ദ മോൾട്ടൺ ഷുഗർ ഈസ് ഹീറ്റഡ് എഗെയിൻ, ഈ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്ന പഞ്ചസാരയെ നമ്മൾ വീണ്ടും ഇങ്ങനെ ചൂടാക്കുകയാണ് അല്ലേ. ചൂടാക്കാൻ വീണ്ടും എന്താ ആ വെള്ളം അങ്ങോട്ട് മാറി, അതായത് പഞ്ചസാര വെളുത്തയല്ലേ, ആ വെളുത്തത് മെൽറ്റായിട്ട് വെള്ളം പോലെയാകും അല്ലേ, വാട്ടറിൻ്റെ കളറാവും. അത് പെതുക്കെ എന്ത് ചെയ്യുന്നു, ലൈറ്റ് ബ്രൗൺ കളറിലോട്ട് അത് മാറുന്നു. ഇത് നോക്കണേ നിങ്ങളെ, ഇതിൻ്റെ ഷേപ്പ് കളറാണ് ചോദിച്ചത്. അത് ലൈറ്റ് ബ്രൗൺ കളറിലോട്ട് മാറുന്നു. ഏത് സ്റ്റേറ്റ് ആയിരിക്കും അവിടെ, ലിക്വിഡായിട്ട് അത് മാറും അല്ലേ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഏതാ ഒരു കയ്പ്പ് ആയിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വെൻ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്, പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാകുന്നുണ്ടോ, ഉണ്ട്. ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്, അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട്. ഇത് നല്ലപോലെ മനസ്സിലാക്കണം. ഷുഗറിനെ നമ്മൾ ചെറിയ രീതിയിൽ ചൂടാക്കിയാൽ കളറിന് ഒരു മാറ്റവും ഇല്ല, മെൽറ്റ് ആവുന്നുണ്ട്, രുചിയിൽ ഒരു മാറ്റവും ഇല്ല. എന്തായാലും സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നു. കുറച്ചുകൂടി ചൂടാക്കുമ്പോൾ അത് ചെറിയ ബ്രൗൺ കളറിലോട്ട് മാറുന്നു അല്ലേ. വെളുത്ത ജലത്തിൻ്റെ കളറിൽ നിന്നും അതെന്താ ലൈറ്റ് ബ്രൗൺ കളറിലോട്ട് മാറുന്നു, ലിക്വിഡായി അല്ലേ, ലിക്വിഡായിട്ട് മാറി. അതിന് ചെറിയ കയ്പ്പ് രുചി അവിടെ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. പുതിയൊരു സബ്സ്റ്റൻസും അവിടെ എന്ന് വെച്ചാൽ കറുത്ത കളറിലോട്ട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ബ്രൗൺ കളറിൽ നിന്നും എന്താണ്, അതായത് നമ്മുടെ പഞ്ചസാരയല്ലായിരുന്നോ, അത് ലിക്വിഡായിട്ട് പുതിയ ഒരു കറുത്ത കളറിലോട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടാകുന്നു. പ്രൊലോങ്ഡ് ഹീറ്റിംഗ്, കൂടുതൽ സമയം നമ്മൾ ഇനി അങ്ങ് ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, പഞ്ചസാരയെ കൂടുതൽ ചൂടാക്കിയാൽ അവസാനം ഏതാണ്, കറുപ്പ് കളറിലോട്ട് അത് മാറുകയും അതെന്താ സോളിഡായിട്ട് ഖരമായിട്ട് മാറുകയും കയ്പ്പ് കൂടി അല്ലേ, നമുക്ക് വായിൽ തൊടാൻ കൊള്ളാത്ത അവസ്ഥ, ബിറ്റർ ടേസ്റ്റ് കൂടും അല്ലേ, കൂടുതലായിട്ട് വരികയും പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാകുകയും ചെയ്യും. ഈ മാറ്റത്തിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെമിക്കൽ ചേഞ്ച് ആണോ നിങ്ങളെ. കെമിക്കൽ ചേഞ്ച് എന്നാൽ എന്താ നമ്മൾ പഠിച്ചാൽ അല്ലേ, കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ചേഞ്ചസ് ആൻഡ് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് അല്ലേ. പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കണേ, പഞ്ചസാര ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അത് നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ നമ്മൾ ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ് ആദ്യം മൊത്തം പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് വേറൊരു വസ്തുവായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ചാണ്. അതെല്ലാം നമ്മൾ ഇപ്പോൾ ഈ പേപ്പർ കത്തിക്കുന്ന കാര്യം ഇനി ഒരുപാട് എക്സാമ്പിൾ ഇതിനകത്ത് ഇനി അങ്ങോട്ട് പറയുന്നുണ്ട്. വേറൊരു വസ്തുവായിട്ട് അത് മാറുകയാണെങ്കിൽ അത് കെമിക്കൽ ചേഞ്ചുമാണ്. അപ്പോൾ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു 3 ഡിഫറൻസ് മിനിമം അറിഞ്ഞിരിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ച്. പദാർത്ഥത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. പദാർത്ഥത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. പിന്നോ ഫിസിക്കൽ ചേഞ്ചിൽ ഒരു പുതിയ പദാർത്ഥം അവിടെ ഉണ്ടാകുന്നില്ല. പുതിയതായിട്ട് ഒരു പദാർത്ഥവും ഈ ഫിസിക്കൽ ചേഞ്ചിൽ ഉണ്ടാകുന്നില്ല. ചേഞ്ച് ഈസ് ടെമ്പററി. അതിൻ്റെ മാറ്റം മുമ്പ് ഞാൻ പറയില്ല, അത് ടെമ്പററി ആയിരിക്കും, താൽക്കാലികം മാത്രമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കെമിക്കൽ ചേഞ്ച്. എന്താ? ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച്. പദാർത്ഥത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും, ഇവിടെ ഭൗതിക ഗുണങ്ങളിലാണ് മാറ്റം വന്നത്, എന്നാൽ ഇവിടെ ഭൗതിക ഗുണങ്ങളിലും ഗുണങ്ങളിലും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും സംഭവിക്കുന്നുണ്ട്. ഇവിടെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. പക്ഷേ എന്താണ്, കെമിക്കൽ ആണെങ്കിൽ അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകും. ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്. ഇവിടെ നോ ന്യൂ സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്. ഇവിടെ ടെമ്പററി ചേഞ്ച് ആണെങ്കിൽ ഇവിടെ പെർമനന്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഒന്ന് പഠിക്കാമെങ്കിൽ നമുക്ക് ഒന്ന് എഴുതാം. ഇത് പഠിക്കുന്നവർക്ക് ഇതിനകത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ആണ് അല്ലേ. ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ നോ ന്യൂ സബ്സ്റ്റൻസ്, പക്ഷെ ഇവിടെ ന്യൂ സബ്സ്റ്റൻസ്. ഇവിടെ ടെമ്പററി ആണ്, ഇവിടെ പെർമനന്റ് ആണ്. ഒന്ന് പഠിക്കാമെങ്കിൽ നമുക്കൊന്ന് എഴുതാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കേട്ടോ. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ.
ഓക്കെ, അടുത്ത നമ്മുടെ അതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത യൂസ്ഫുൾ. ഇനി നമ്മുടെ ടെസ്റ്റ് ചോദിച്ചത് യൂസ്ഫുൾ ചേഞ്ചും നമുക്ക് ഉപകാരപ്രദമായ രാസമാറ്റങ്ങളുണ്ട് അല്ലേ. രാസമാറ്റങ്ങൾ നമ്മൾ പലത് പറഞ്ഞെങ്കിലും നമുക്ക് ഉപകാരപ്രദമായ രാസമാറ്റങ്ങളുമുണ്ട്, ഉപകാരപ്രദമല്ലാത്ത രാസമാറ്റങ്ങളുമുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ്ഫുൾ കെമിക്കൽ ചേഞ്ചും നോട്ട് യൂസ്ഫുൾ കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിങ്ങളിവിടെ. ആഹാരം ദഹിക്കുന്നത് അല്ലേ, ആഹാരം ഡൈജഷൻ ഓഫ് ഫുഡ്, ആഹാരം ദഹിക്കുന്നത് നമുക്ക് ഉപകാരപ്രദമാണ്. കുക്കിംഗ് ഫുഡ്, ആഹാരം വേവുന്നത് അല്ലേ, അത് നമുക്ക് ഉപകാരപ്രദമാണ്. സോറിങ് ഓഫ് കേർഡ്, തൈര് പുളിക്കുന്നത്, അതും ഉപകാരമാണ്. റൈപ്പണിങ് ഓഫ് മാംഗോ അല്ലേ, മാങ്ങ പഴുക്കുന്നത്. അതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് ബയോവേസ്റ്റ്, ജൈവമാലിന്യങ്ങൾ ജീർണിക്കുന്നത്. ഈ 5 നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് 10 എണ്ണം. അതിൽ ഈ 5 എണ്ണമാണ് ഉപകാരപ്രദമായ രാസമാറ്റങ്ങൾ. യൂസ്ഫുൾ കെമിക്കൽ ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഈ 5 എണ്ണം എഴുതണം. ഇനി നോട്ട് യൂസ്ഫുൾ കെമിക്കൽ ചേഞ്ച് എന്ന് ചോദിച്ചാൽ റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്താ, നോട്ട് യൂസ്ഫുൾ ആണ്. ബേണിംഗ് ഓഫ് സ്പാർക്ക്ലെസ്, പൂത്തിരി കത്തുന്നുണ്ടല്ലോ, അത് നോട്ട് യൂസ്ഫുൾ ആണ്. പിന്നെ വെർഡിഗ്രീസ് ഓഫ് കോപ്പർ വെസൽ അല്ലെ, ചെമ്പ് പാത്രത്തിൽ ക്ലാവ് പിടിക്കുന്നത്, അത് നോട്ട് യൂസ്ഫുൾ ആണ്. കളർ ചേഞ്ച് ഓഫ് സ്ലൈസ്ഡ് ആപ്പിൾ, നമ്മൾ ആപ്പിൾ മുറിച്ച് വെക്കുമ്പോൾ ആ മുറിച്ച ആപ്പിളിൻ്റെ അത്രയും ഭാഗം കളറ് മാറുന്നുണ്ടല്ലോ, അതും നോട്ട് യൂസ്ഫുൾ കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് ഒരു 10 എണ്ണം. ആ 10 എണ്ണത്തിൽ നമ്മളോട് യൂസ്ഫുൾ ആയതും ആവാത്തതും തങ്ങളുള്ള എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ഈ 5 എണ്ണം യൂസ്ഫുൾ ആണ്, ഇത് നോട്ട് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി നമ്മുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ, എന്താണ് ഈ റസ്റ്റ് എന്ന് വെച്ചാൽ, തുരുമ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഇരുമ്പ് വെളിയിലിട്ട് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കുമെന്നൊക്കെ കേട്ടില്ലേ. എന്ത് ഈ തുരുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസ്റ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് ദ മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ ഇൻ ദി എയർ. Rust is formed by the reaction of iron with the moisture and oxygen in the air. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാം, അല്ലെ 2 മാർക്കിനായാലും. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന എന്താണ്, വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ ഒബ്ജക്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഗ്രീസിങ് ദം വിത്ത് ഓയിൽ ഓർ ബൈ പെയിൻറ്റിങ്. നമ്മൾ എണ്ണ പുരട്ടിയോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. By doing this, the contact of iron with air is prevented. Doing this, the contact of iron with air is prevented. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഇരുമ്പിന് വായുവുമായുള്ള സമ്പർക്കം അന്നേരം ഒഴിവാകുന്നു എന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വായുവുമായിട്ടുള്ള ഒരു സമ്പർക്കം ഒഴിവാകും. അത് പെയിൻ്റ് അടിക്കുകയോ എണ്ണ പുരട്ടുകയോ ഗ്രീസ് തേക്കുകയോ എന്നൊക്കെ നമ്മൾ പറയല്ലേ. എന്തൊക്കെയാ, ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. എണ്ണ പുരട്ടിയോ അല്ലെ പെയിൻറ്റ് തേച്ചോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഇരുമ്പിന് വായുവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാകുന്നതാണ് കേട്ടോ. ഇംഗ്ലീഷ് മലയാളം ഉണ്ട് 30 ക്വസ്റ്റ്യൻ. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ. സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഡ്യൂ ടു ദ കെമിക്കൽ ചേഞ്ചസ് കോസ്ഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ബാക്ടീരിയ. വാട്ട് ഈസ് യൂഷ്വലി ഡൺ അറ്റ് ഹോം ടു പ്രിവെൻറ്റ് ദിസ്. നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റം മൂലമാണ്. ഇത് തടയാൻ നമ്മൾ വീട്ടിൽ എന്തെല്ലാം ചെയ്യാറുണ്ട്? ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റം മൂലമാണ്. ഇത് തടയാൻ വേണ്ടി നമ്മൾ വീട്ടിൽ എന്തെല്ലാം ചെയ്യാറുണ്ടെന്ന്. 1, സ്റ്റോറിങ് ഇൻ എ റെഫ്രിജറേറ്റർ അല്ലേ, നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. പിന്നെ കെപ്റ്റ് ബൈ ഡ്രൈയിങ്, നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നു. ആഡിങ് സാൾട്ട്, ഉപ്പ് ചേർത്ത്, അല്ലെങ്കിൽ പഞ്ചസാര റെയറാണ്, ഉപ്പ് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പുളി ഐറ്റങ്ങളൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട് അല്ലേ, ഉപ്പ്. അതുപോലെ ബോയിലിംഗ് ഓർ ഹീറ്റിംഗ്, തിളപ്പിക്കുകയോ അല്ലെ ചൂടാക്കുകയോ ചെയ്യുന്നുണ്ട്. പിക്കിളിങ്, അച്ചാറിട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേടുവരാതെ, ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് പറയുന്നതുകൊണ്ട് ഇത് തടയാൻ നമ്മൾ വീട്ടിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയാണ് കേട്ടോ. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് റസ്റ്റ്? ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുന്നില്ല, തുരുമ്പിൻ്റെ രാസനാമം എന്താണ്? തുരുമ്പിൻ്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ രാസനാമം എന്താണ്? ഏതാ? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. മലയാളം ഇംഗ്ലീഷും ഉണ്ട്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. ഹൗ ഈസ് റസ്റ്റ് ഫോംഡ് ഓഫ് അയൺ ഒബ്ജക്റ്റ്? ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് എങ്ങനെയാവും നിങ്ങളെ? ഇരുമ്പ്
തുരുമ്പ് പിടിക്കുന്നത് എങ്ങനെയാണ്? റസ്റ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് ദ മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ ഇൻ ദ എയർ. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പ് ഉണ്ടാകുന്നത്. 33. 34. ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാൻ 2 മാർഗങ്ങൾ പറയാൻ. ഒന്നുകിൽ എണ്ണ പുരട്ടുക അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുക എന്നതാണ് കേട്ടോ. സജസ്റ്റ് 2 മെത്തേഡ് ഓഫ് പ്രിവെന്റ് റസ്റ്റിംഗ് ഓഫ് അയൺ. ഒന്നിൽ ഓയിലിംഗ് അല്ലെങ്കിൽ പെയിന്റിങ്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ഇനി നമുക്ക് റെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം അത് എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് അല്ലേ. അതിനു മുമ്പേ കെമിക്കൽ നെയിമുകൾ. നമ്മുടെ എഗ്ഗിൻ്റെ ഷെല്ല് മുട്ടത്തോടുണ്ടല്ലോ, അത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഇതിൻ്റെ കാരണം ഇനി എക്സ്പെരിമെൻ്റ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇത് അറിയണം. എഗ്ഗ് ഷെല്ല് മുട്ടത്തോടെന്ന് വെച്ചാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. വിനാഗിരി അല്ലേ, വിനീഗർ അസറ്റിക് ആസിഡാണ്. ബേക്കിംഗ് സോഡ അല്ലെ അപ്പക്കാരം എന്ന് പറയുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ആണ് കേട്ടോ. ഇത് 3 എണ്ണത്തിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് എഗ്ഗ് ഷെല്ലെന്ന് വെച്ചാൽ കാൽസ്യം കാർബണേറ്റ് ആണ്, വിനാഗിരി അസറ്റിക് ആസിഡ് ആണ്, ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ടോ നിങ്ങളെ നോക്കിക്കേ. അതിന് വേണ്ടുന്ന മെറ്റീരിയലുകൾ വിനാഗിരി, എഗ്ഗ് ഷെല്ല്, ബേക്കിംഗ് സോഡ, ഗ്ലാസ്, സ്പൂണ് എന്നിവയാണ്. വിനാഗിരി, മുട്ടത്തോട്, അപ്പക്കാരം, ഗ്ലാസ്, സ്പൂണ്. നമ്മൾ അതിനെ ഒബ്സർവേഷൻ ചെയ്യുക. അതായത് ക്രഷ് ദ എഗ്ഗ് ഷെല്ല് ഇൻറ്റു സ്മാൾ പീസസ്. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഇൻ ദീസ്? ഒരു മുട്ടത്തോട് നമ്മൾ പൊട്ടിച്ച് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കുക. ഇവിടെ ഏത് തരം മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇവിടെ ഫിസിക്കൽ ചേഞ്ചാണ് ഉണ്ടാകുന്നത്. കാരണം എന്താ, ആ മുട്ടയൊന്ന് പൊട്ടിച്ചെന്നല്ലോ ഉള്ളൂ. അവിടെ വേറെ പുതിയതായിട്ടൊരു വസ്തു ഉണ്ടായില്ലല്ലോ. മുട്ടത്തോട് നമ്മൾ പൊടിച്ചപ്പോൾ ആ മുട്ടത്തോടൊന്ന് പൊടിഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ പുതിയൊരു വസ്തുക്കൾ അവിടെ ഉണ്ടായില്ല. അപ്പോൾ അതെന്താ, ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ്. ടെസ്റ്റിലെ ചോദ്യമാണ്. പുട്ട് എ ഫ്യൂ പീസ് ഓഫ് എഗ് ഷെൽ ഇൻ എ ഗ്ലാസ്, പിന്നെ പോർ വിനീഗർ ഇൻ ടു ഇറ്റ് ആൻഡ് ഒബ്സർവ് ദ ചേഞ്ച്. ഈ മുട്ടത്തോടിൻ്റെ കുറച്ച് പൊടി എടുത്തിട്ടല്ലേ, പൊടിച്ച ഇതെടുത്തിട്ട് ഏതാനും ചെറു കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിടുക. മുട്ടത്തോടിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിടുക. എന്നിട്ട് അതിൽ കുറച്ച് വിനാഗിരി ഉപയോഗിച്ച് നോക്കാൻ. വിനാഗിരി ഉപയോഗിച്ച് മുട്ടത്തോടിനകത്തിൽ വിനാഗിരി ഉപയോഗിക്കുക. അപ്പോൾ എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു എന്താ, മുട്ടത്തോടെന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? കാൽസ്യം കാർബണേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എഗ്ഗ് ഷെൽ എന്ന് വെച്ചാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. വിനാഗിരി എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരി അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ അവിടെ എന്താണ്, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ഫോം ചെയ്യുമ്പോഴും അവിടെ ബബിൾസ് അല്ലെങ്കിൽ കുമിളകൾ രൂപം കൊള്ളും. നമ്മൾ ഈ സോഡയൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാൽസ്യം കാർബണേറ്റും അസറ്റിക് ആസിഡും കൂടെ ചേരുമ്പോൾ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടെങ്കിൽ എന്താണ്, ബബിൾസുകൾ അല്ലെങ്കിൽ കുമിളകൾ അവിടെ രൂപം കൊള്ളും കേട്ടോ. അത് മാത്രവുമല്ല, ഒരു ഗ്ലാസ്സിൽ നമ്മൾ മുട്ടത്തോട് പൊടിച്ചിടുമ്പോൾ അതിൽ വിനാഗിരി കൂടി ചേർക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം അസറ്റൈഡും ജലം തുടങ്ങിയവയും അതിനകത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെ ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം അസറ്റൈഡും ജലം തുടങ്ങിയവയും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പുതിയ വസ്തുവാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ കെമിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇവിടെ പുതിയൊരു വസ്തു ഉണ്ടാകുന്നു അല്ലേ, അത് ഇവിടെ പുതിയ വസ്തു ഉണ്ടാകുന്നതുകൊണ്ട് അതെന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ്, രാസമാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു ചോദ്യം തൊട്ട് താഴെ ചോദിച്ചിട്ടുണ്ട്. ടേക്ക് എ ലിറ്റിൽ വിനീഗർ ഇൻ എ ഗ്ലാസ് ആൻഡ് ആഡ് 1 സ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ ടു ഇറ്റ്. വാട്ട് ഹാപ്പൻ, വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഇൻ ദീസ്? അതായത് ഒരു ഗ്ലാസ്സിൽ അല്പം വിനാഗിരി എടുക്കുക, അതിൽ 1 സ്പൂൺ അപ്പക്കാരം, വിനാഗിരി അപ്പക്കാരം കേട്ടോ, ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഏത് തരം മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. വിനാഗിരി എന്ന് പറയുന്നത് അവിടെ അസറ്റിക് ആസിഡ് ആണ്, അവിടെ ഒരു ആസിഡ് ആണത് അല്ലേ. അപ്പക്കാരം എന്ന് പറയുന്നത് അവിടെ എന്താണ്, ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ആണ്. ഇത് രണ്ടും തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ. വിനാഗിരി എന്ന് വെച്ചാൽ അസറ്റിക് ആസിഡ് ആണ് അല്ലേ. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്ന് പറയുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ആണ്. ഈ ആസിഡ്, ഇത് അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ ആസിഡ് ആണ്, സോഡിയം ബൈ കാർബണേറ്റ് എന്ന് വെച്ചാൽ ബേസ് ആണ്. ആസിഡും ബേസും കൂടെ ചേർന്നാൽ അവിടെ എന്തുമായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച ആസിഡും ബേസിൻ്റെയും പാഠം കഴിഞ്ഞ വർഷമേ പഠിച്ചതല്ലേ. ആസിഡും ബേസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തോ കുഞ്ഞുങ്ങളെ, അവിടെ ന്യൂട്രലൈസേഷൻ ആണ് ഉണ്ടാകുന്നത് കേട്ടോ. അവിടെ അതങ്ങ് നിർവീര്യമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആസിഡും ബേസും കൂടി ചേരുമ്പോൾ അവിടെ
അവിടെ എന്തൊക്കെ ഉണ്ടാകുന്നതാണ്? അവിടെ സാൾട്ട്, ഇവിടെ നമ്മുടെ ആസിഡ് എന്ന് പറയുന്നത് ആരാണ്? ആസിഡ് വിനാഗിരിയാണ്. നമ്മൾ ഈ പറയുന്നതിനകത്തിൽ ഇത് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ഇവിടെ എന്തൊക്കെ തങ്ങളിലാണ് ചേരുന്നതെന്ന് ഓർക്കണം. വിനാഗിരിയാണ്. വിനാഗിരി എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. ഇതൊരു ആസിഡാണ് അല്ലേ. ഈ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്ന് പറയുന്നത് ഒരു ബേസാണ്. അതായത് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ഒരു ബേസാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ അതായത് ആസിഡും ബേസും കൂടെ റിയാക്ഷൻ നടത്തുമ്പോൾ അത് ന്യൂട്രലൈസേഷൻ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് കൂടി ചേർന്നിട്ട് അവിടെ സാൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ സാൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? സോഡിയം അസറ്റൈറ്റ് ആണ് കേട്ടോ. ഇവിടെ ഉണ്ടാകുന്ന സാൾട്ട് എന്ന് പറയുന്നത് സോഡിയം അസറ്റൈറ്റ് ആണ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കുമിളകൾ അല്ലെങ്കിൽ ബബിൾസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും എന്താണ്? അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതും എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ഇപ്പം നമ്മൾ പഠിച്ച 2 ആക്ടിവിറ്റി, മുട്ടത്തോടിൻ്റെ ആയാലും മുട്ടത്തോടിനകത്തിൽ എന്തിട്ട് കൊടുത്തു? നമ്മൾ വിനാഗിരി, മുട്ടത്തോടിനകത്തിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും, അതുപോലെ തന്നെ വിനാഗിരിക്കകത്തിൽ ബേക്കിംഗ് സോഡ അല്ലേ, വിനാഗിരിക്കകത്തിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തപ്പോഴും അത് ആസിഡും ബേസുമാണ്, രണ്ടും കൂടെ കൂടി ചേർന്ന് ന്യൂട്രലൈസ് ആയി. അപ്പോൾ അവിടെ ഉപ്പും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും അവിടെ ആയി. ഇവിടെ ഉപ്പെന്ന് ഉദ്ദേശിക്കുന്നത് സോഡിയം അസറ്റൈറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഇത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെയും ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെയും എന്താണ്? നമ്മൾ ആ എടുത്ത വെള്ളത്തിനകത്തിൽ കുമിളകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ബബിൾസ്. അതായത് പുതിയൊരു വസ്തു ഉണ്ടാകുന്നു. അവിടെയും നമ്മൾ ആസിഡും ബേസ്, അതായത് വിനാഗിരി അപ്പക്കാരവും കൂടെ രണ്ടുകൂടെ മിക്സ് ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു വസ്തു ഉണ്ടാകുന്നു. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അവിടെ ഏത് ചേഞ്ച് ആണ് സംഭവിച്ചു എന്നാ. ഏതാ കുഞ്ഞുങ്ങളെ? അവിടെ കെമിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. അവിടെ എന്താണ്? പുതിയൊരു വസ്തു ഉണ്ടാകുന്നെങ്കിൽ അവിടെ കെമിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ പൂത്തിരി കത്തുമ്പോൾ എന്നുണ്ട്. നമ്മൾ അതിൻ്റെ കുറച്ച് എഴുതിയിട്ടുണ്ട്. വെൻ എ സ്പാർക്ലർ ഈസ് ലിറ്റ്, നോക്കിയേ, ഈസ് നോട്ട് ഇറ്റ് ഫാസിനേറ്റിംഗ് ടു വാച്ച് എ ലൈറ്റഡ് സ്പാർക്ലർ? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് അട്രാക്ട് യു? ഈ പൂത്തിരി കത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്? പൂത്തിരി കത്തിച്ചല്ലേ, ഇപ്പം നമ്മൾ ഈ ഇടയും കത്തിച്ചില്ലേ ദീപാവലിയൊക്കെ വരുമ്പോൾ. അവിടെ എന്തൊക്കെയാവും നിങ്ങളെ? സൗണ്ട് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഹീറ്റ് ഉണ്ട് അല്ലേ, ശബ്ദമുണ്ട്, ഇത് പൊട്ടുമ്പോൾ പ്രകാശമുണ്ട്, ഹീറ്റ് ചൂട് അല്ലേ, താപമുണ്ട്. വിച്ച് ആർ ദ എനർജി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ വെൻ എ സ്പാർക്ലർ ഈസ് ലിറ്റ്? പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അവിടെ കെമിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നത്. ഏത് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ പുതിയൊരു വസ്തു അല്ലേ. ഇത് നമ്മൾ പൂത്തിരി ആയാലും എന്തായാലും അങ്ങോട്ട് വെക്കുമ്പോൾ കത്തിക്കരിയുമ്പോൾ അവിടെ ചാമ്പലോ കമ്പോ ഇതൊക്കെ മാത്രമല്ലേ ഉള്ളൂ. അവിടെയും വേറൊരു വസ്തുവാണ് ഉണ്ടാകുന്നത് അല്ലേ, ആഷാണ് ഉണ്ടാകുന്നത്. അതായത് പുതിയ വസ്തു എവിടെ ഉണ്ടാകുന്നു അത് രാസോർജ്ജം അല്ലെങ്കിൽ കെമിക്കൽ എനർജിയാണ്. പൂത്തിരി കത്തുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജ മാറ്റം നോക്കൂ നിങ്ങളെ, കെമിക്കൽ എനർജിയാണ്. എന്ന് വെച്ചാൽ പൂത്തിരി കത്തുമ്പോൾ അവിടെ ഏത് എനർജിയാണെന്ന് ചോദിച്ചാൽ അത് കെമിക്കൽ എനർജിയാണ്. നമുക്ക് ടെസ്റ്റിൽ അത് തന്നിട്ടുണ്ട്. അതാണ്ട് ടെസ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അതെ, പൂത്തിരി കത്തുമ്പോൾ അവിടെ കെമിക്കൽ എനർജിയാണ്. അവിടെ ഏതൊക്കെ എനർജി അപ്പോൾ ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹീറ്റ് എനർജി ഉണ്ട്, അതായത് താപോർജ്ജം, ലൈറ്റ് എനർജി ഉണ്ട്, അതായത് പ്രകാശോർജ്ജം, സൗണ്ട് എനർജി ഉണ്ട്, അതായത് ശബ്ദോർജ്ജം. ഇത് 3 ഊർജ്ജങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. 3 എനർജി, ഹീറ്റ്, ലൈറ്റ്, സൗണ്ട് എന്നീ എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. ഏതാ? പൂത്തിരി കത്തുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജങ്ങളെ കുറിച്ച്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ അങ്ങ് പറയാം നിങ്ങളെ. നോക്കിയേ, കെമിക്കൽ എനർജിയും അതിനുണ്ടാകുന്ന മാറ്റം നോക്കിയേ. അതായത് കെമിക്കൽ എനർജി, രാസമാറ്റവും അവിടെ ഏതൊക്കെ ഹീറ്റ് എനർജി ആണോ, ലൈറ്റ് എനർജി ആണോ, സൗണ്ട് എനർജി ആണോ അവിടെ ഉണ്ടാകുന്നതെന്നാ. പേപ്പർ ബേൺസ്, പേപ്പർ നമ്മൾ കത്തിക്കുമ്പോൾ നമുക്കറിയാം പേപ്പർ കത്തുമ്പോൾ അവിടെ പ്രകാശവും കിട്ടും, ഹീറ്റും കിട്ടും. പക്ഷെ സൗണ്ട് വല്ലതും ഉണ്ടോ? ഇല്ല കേട്ടോ. പേപ്പർ കത്തിക്കുമ്പോൾ അവിടെ സൗണ്ട് ഉണ്ടാകുന്നില്ല. ക്യാംഫർ, കർപ്പൂരം കത്തിക്കുമ്പോഴും അതുപോലെ ആവും നിങ്ങൾ. നമുക്ക് ഹീറ്റും ഉണ്ട്, ലൈറ്റും ഉണ്ട്, പക്ഷെ അവിടെയും സൗണ്ട് ഉണ്ടാകുന്നില്ല. ഫയർ ക്രാക്കർ, പടക്കം പൊട്ടിക്കുമ്പോഴോ ഇത് 3 ഉണ്ട് അല്ലേ, സൗണ്ടും ഉണ്ട്, ലൈറ്റും ഉണ്ട്, ഹീറ്റും ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട് പടക്കം പൊട്ടിക്കുമ്പോൾ. നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ബേൺ ചെയ്യുമ്പോഴോ, നമ്മുടെ അടുക്ക് ഗ്യാസ് കത്തിക്കത്തില്ലേ, പാചകവാതകം കത്തിക്കുമ്പോഴും ഈ പറയുന്ന പോലെ ഹീറ്റും ഉണ്ട്, ലൈറ്റും ഉണ്ട്, പക്ഷെ സൗണ്ട് ഇല്ല. നമ്മൾ ചെയ്യുന്ന ലൈറ്റർ നമ്മൾ അടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടെങ്കിലും കത്തുമ്പോൾ അതിന് സൗണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ പടക്കം പൊട്ടുമ്പോൾ മാത്രമേ ഇത് 3 ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ലൈറ്റും ഹീറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെഴുതുക. പാർട്ട് 3 ഫുൾ നോട്ട് ചെയ്യാൻ തരാം കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.